ഒരു ദിവസം അവധി കിട്ടിയാൽ വണ്ടിയെടുത്ത് ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങും. മെയിൻ റോഡുകളൊക്കെ ഒഴിവാക്കി ഉൾവഴികളിലൂടെ പോകും. അങ്ങനെ പോയൊരു യാത്രയാണിത്. നമ്മൾ അരുണാചലിൽ എത്തുന്നതിന് മുമ്പ് 6 വർഷം ആസാമിലായിരുന്നു. ഇടയ്ക്കൊക്കെ ആസാമിലെ കാഴ്ചകളും ഫുഡും ഒക്കെ മിസ് ചെയ്യുമ്പോൾ ഒന്ന് ആസാം വരെ പോകും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റിവർ ബ്രിഡ്ജ് ആയിട്ടുള്ള ധോള സാദിയ ബ്രിഡ്ജും കയറി നമ്മൾ ആസാമീസ് താലി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഒരു ആസാമീസ് താലി ഓർഡർ ചെയ്ത് അതും കഴിച്ച് ഒരു കുട്ടി ഷോപ്പിങ്ങും ചെയ്ത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മണി 5. ഇനി ഒട്ടും സമയം കളയാനില്ല. നമുക്ക് വേഗം തന്നെ റെഡിയായി ഒരു മീറ്റിങ്ങിന് പോകണം. ഡ്രോയിങ്ങിൽ നമുക്കൊരു മലയാളി അസോസിയേഷൻ ഉണ്ട്. അതിന്റെ മീറ്റിംഗ് ആണ്. ഇതാണ് ഉദയൻ അങ്കിളും സുസമ്മാൻ്റിയും. കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് അരുണാചലിലെ സ്റ്റേറ്റ് ഗവൺമെന്റിലെ ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും. ഇപ്പൊ എന്താ ഇവരുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയി നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ഇവർ പോകുന്നതിന് മുമ്പുള്ള ഒരു കുട്ടി ഗെറ്റ് ടുഗദർ ആണിത്. നമ്മൾ അരുണാചലിൽ എത്തിയിട്ട് ആദ്യം മീറ്റ് ചെയ്ത മലയാളികൾ ഉദയൻ അങ്കിളും സുസമ്മാൻ്റി ആയിരുന്നു. അപ്പൊ അവർ പോകുമ്പോൾ കുറച്ചേറെ വിഷമമുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആയിക്കുട്ടനെ 1-2 പഠിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി.